കൂറുകാട്ടേണ്ടത് കുറ്റവാളികളോടോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ JR പത്മകുമാർ, രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖരായ നേതാക്കൾ, ഒരാൾ പാർലമെൻറ്റിലും സംസ്ഥാന നിയമസഭയിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്, മുൻ മന്ത്രിയാണ്, മറ്റേയാൾ ഒരു പുതുമുഖം MLA ആണ് CPM-ൻ്റെ. രണ്ടു പേരും ഈ രണ്ട് ക്രിമിനലുകളുമായി ഉള്ള ബന്ധത്തെപ്പറ്റി ഊറ്റം കൊള്ളുകയാണ്. അതെത്ര പരസ്യപ്പെടുത്താനും ഒരു വിമുഖതയും അവർക്കില്ലാതാനും. ഇത് രണ്ട് വ്യക്തികളിലേക്ക് ചുരുക്കി കാണേണ്ട ഒരു പിഴവാണോ? ഒരിക്കലുമല്ല. ഇന്നലെ തന്നെ ഈ സംഭവം മീഡിയ പുറത്തു കൊണ്ടുവന്നതാണ്. സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും ഹീനമായ ഒരു പ്രവൃത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്താണ് അദ്ദേഹം ഒത്തുതീർക്കാൻ പോയത്? അദ്ദേഹം പറയട്ടെ, ഞാൻ രണ്ട് ഭാഗക്കാർ വിളിച്ചിട്ട് ഒത്തുതീർക്കാൻ പോയി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നമുക്കറിയാം, കേരളത്തിലെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ആ ജിഷ്ണു പ്രണയിയുടെ മരണം. ആ മരണവുമായി ബന്ധപ്പെട്ട് ഉള്ളതിൽ ഇന്ന് ജീവിക്കുന്ന ഒരു മഹിജ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്, ജീവിക്കുന്ന ഒരു ജിഷ്ണു പ്രണയിയായിട്ടാണ് മറ്റേ ഷൗക്കത്തലിയെ കണ്ടിട്ടുള്ളത്. അറിയാം, ആ കോളേജിൽ അക്രമങ്ങൾ നടക്കുന്നുണ്ട്, വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആ രക്തസാക്ഷി എന്ന് വേണമെങ്കിൽ പറയാം, ജീവിച്ചിരിക്കുന്ന ആൾ. അപ്പോൾ ആ ആളിന് ഈ സ്ഥാപനത്തിനെതിരായിട്ടുള്ള കേസ് ഒത്തുതീർക്കാൻ പോയെന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജിഷ്ണു പ്രണയിയുടെ കേസല്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ടത് വളരെ ഹീനമായ, ഒരിക്കലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന്, അദ്ദേഹം KPCCയുടെ വൈസ് പ്രസിഡൻറ്റോ വലിയ ഉത്തരവാദിത്വം വഹിക്കുന്ന ആളാണ്, ജനപ്രതിനിധിയാണ്. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ശംഷീറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ TP ചന്ദ്രശേഖരൻ കേസുമായി ബന്ധപ്പെട്ട് അന്ന് പാർട്ടി എടുത്ത തീരുമാനം എന്താ? പാർട്ടിക്ക് ഞങ്ങൾക്ക് ഇതായാലും ഒരു ബന്ധമില്ല, അത് നടപടിയെടുക്കും. അതിൻ്റെ പേരിൽ ആർക്കെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു മായാവി കമ്മീഷൻ, അത് ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നു എന്ന് പറയുന്നു. പക്ഷേ എങ്ങനെയാണ് അന്വേഷണം നടത്തിയത്, ആരെയാണ് ചോദ്യം ചെയ്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ന് വരെ പൊതുസമൂഹത്തിന് അറിയില്ല. ആ മായാവി കമ്മീഷനിൽ പോലും ചിലരുടെ പേരിൽ കണ്ടു, നടപടിയെടുത്തു എന്നൊക്കെയാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്താ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? ശംഷീറിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ യുവ നേതാവ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഈ ഓരോ നമ്മൾ ഉപ്പെടുത്തിട്ട് ഓരോ കഷ്ടം, ചെറിയ കഷ്ടത്തിനും പരിശോധിച്ച് നോക്കിയാൽ ഉപ്പുണ്ടാകുമെന്ന് പറയുന്നത് പോലെയാണ് ഈ മുകൾ തൊട്ട് താഴെ അറ്റം വരെയുള്ള എല്ലാ നേതാക്കന്മാർക്കും ഇതേ സ്വഭാവം തന്നെയാണ്. യാതൊരു മാറ്റവുമില്ല. പുറമേ ഇതിനെ എതിർത്ത് പറയും, പക്ഷേ അകത്തുകൂടി സഹായിക്കും. അരങ്ങത്തുണ്ടാവില്ല, അണിയറയിലുണ്ടാകുന്ന ഒരു നിലപാടാണ് CPM-ൻ്റെ എടുത്തിട്ടുള്ളത്. അതല്ലേ എല്ലാ കാര്യത്തിലും. ഇപ്പോൾ തന്നെ മൂന്നാർ ഇഷ്യൂ ഞാനതിലേക്ക് വരാം. ശ്രീജിത്ത്, K. സുധാകരൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടിട്ട് പറയുന്നത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുവെന്നാണ്. സുധാകരൻ പറയുന്നത് ജിഷ്ണു കേസും ഈ സഹീർ ഷൗക്കത്ത് അലി കേസും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് സുധാകരൻ്റെ ഒരു വ്യക്തിപരമായ വിശദീകരണമല്ല. അങ്ങനെയെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിമർശിക്കാം. അദ്ദേഹം പറയുന്നത് ഈ ജിഷ്ണുവിൻ്റെ കുടുംബം തന്നെ, എന്ന് വെച്ചാൽ താങ്കൾ അടങ്ങുന്ന കുടുംബം തന്നെ ആവശ്യപ്പെട്ടതനുസരിച്ച് സംസ്ഥാന സർക്കാർ CBIക്ക് കേസ് കൈമാറിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഉത്തരവിൽ ഈ സഹീർ ഷൗക്കത്ത് അലി ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം, ആ വിഷയവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നാണ്. ഈ കേസിനെ എവിടെയും അതിൽ പരാമർശിക്കുന്നില്ല എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ജിഷ്ണുവിന് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു ഇടപെടലായി ഇത് മാറുക എന്നാണ് സുധാകരൻ ചോദിക്കുന്നത്. ശ്രീജിത്ത്, ഞാൻ ജീവിച്ചിരിക്കുന്ന ജിഷ്ണു പ്രണോയിയാണ്. ജിഷ്ണുവിനുണ്ടായ അതേ അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് കൃഷ്ണദാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ വലിയ പീഡനത്തിനെതിരെ ഞാൻ ജനസമൂഹത്തിനും മാധ്യമങ്ങൾക്ക് മുന്നിലും നീതിപീഠത്തിനു മുന്നിലും വരാൻ തയ്യാറായത്. ജിഷ്ണുവിന് നീതി ലഭിക്കണമെങ്കിൽ എനിക്ക് നീതി ലഭിക്കണം എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഒരു ധീരനായ യുവാവാണ് സഹീർ ഷൗക്കത്ത് അലി. അദ്ദേഹം ഇന്നും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇന്നും ഈ ഉറച്ച നിലപാട് തന്നെ സ്വീകരിക്കുകയാണ്. കൃഷ്ണദാസിന് വേണ്ടി ഒരു വിട്ടുവീഴ്ച ചെയ്യാനും ഒരു കളവ് പറയാനും ഞങ്ങൾ ഒരുക്കമല്ല, ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ ഒരുക്കമല്ല എന്ന് അല്പസമയം മുമ്പ് വരെ ഷഹീറിൻ്റെ കുടുംബം ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഈ കൃഷ്ണദാസ് എന്ന വലിയ ക്രിമിനലുകൾ ഈ വലിയ കോളേജുകൾ നടത്താൻ വേണ്ടി വലിയ സാമ്പത്തിക ശേഖരണത്തിൻ്റെ ഭാഗമായി എല്ലാ മാഫിയകളുമായി കൂട്ടുകൂടി എന്ന് ജിഷ്ണു മരിച്ച കാലം മുതൽ ഞങ്ങൾ പറയുകയാണ്. 6 മാസമായി ഞങ്ങൾ പറയുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സുധാകരൻ എന്ന് പറഞ്ഞാൽ കേരള സമൂഹത്തിലെ എല്ലാവർക്കും അറിയാം. വലിയ മാഫിയകളുമായി എല്ലാവരുമായി കൂട്ടുകൂടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്.
അദ്ദേഹം ഇന്നലെ യാദൃശ്ചികമായ ഒരു ചർച്ചയിൽ പങ്കെടുത്തതല്ല. 1.5 മാസമായി ഷഹീറിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ നിന്ന് നിങ്ങൾ പിന്മാറണം, ജിഷ്ണു മരിച്ചുപോയി, ജിഷ്ണുവിന് തിരിച്ചു വന്ന് ഇനി അവനുണ്ടായ ദുരന്തം പറയാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ഷഹീർ അത് വിളിച്ചു പറഞ്ഞാൽ കൃഷ്ണദാസിന് ശിക്ഷ ലഭിക്കും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ കൃഷ്ണദാസിനെതിരെയുള്ള കേസിൽ നിന്ന് പിന്മാറണമെന്ന് പല രൂപത്തിലും സുധാകരൻ സമ്മർദ്ദം ചെലുത്തുകയാണ്. 1.5 മാസമായി തുടങ്ങിയതാണ്. ഞങ്ങൾ കോൺഗ്രസിലെ തന്നെ ജിഷ്ണുവിൻ്റെ അച്ഛനും അമ്മയും കോൺഗ്രസിലെ തന്നെ ഉന്നതരായ നേതാക്കളെ ബന്ധപ്പെട്ട് ഇക്കാര്യം അറിയിച്ചതാണ്. ഞങ്ങൾ ആരെയും ആദ്യം തന്നെ സുധാകരനെയോ ഇവരെ ആരെയോ അപകീർത്തിപ്പെടുത്താനല്ല ശ്രമിച്ചത്. ഈ കാര്യം സുധാകരൻ ഇത്തരത്തിൽ ഇടപെടുന്നുണ്ട്, അതുകൊണ്ട് സുധാകരനെ പിന്തിരിക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് ഉന്നത കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയതാണ്. അവർ പലതരത്തിലും ഇടപെട്ടിട്ടും സുധാകരൻ പിന്മാറാൻ തയ്യാറായില്ല. ഒടുവിലാണ് നാളെ സുപ്രീം കോടതിയിൽ ജിഷ്ണു പ്രണോയി കേസും അതുപോലെ തന്നെ ഷഹീർ ഷൗക്കത്ത് അലിയുടെ കേസും രണ്ടും ഒരുപോലെ ഗൗരവമുള്ള കേസാണ്, രണ്ടും പരസ്പര പൂരകമായ കേസാണ്, രണ്ടും ഒരേ പ്രതികളാണ്, ഒരേ സ്ഥാപനമാണ്, ഒരേ ഇടിമുറിയാണ്. അവിടെ നടന്ന 2 സംഭവങ്ങൾ 2 കേസായി നാളെ സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. ഈ സുധാകരനെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി ഷഹീറിൻ്റെ കുടുംബത്തിനെ കൊണ്ട് ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് ഒപ്പിടിച്ചു വാങ്ങി അത് നാളെ സുപ്രീം കോടതിയിൽ ഹാജരാക്കാമെന്ന ഒരു കണക്ക് കൂട്ടലിലാണ് സുധാകരൻ കണ്ണൂരിൽ നിന്ന് പാലക്കാട് എത്തിയത്. ചെർപ്പുളശ്ശേരിയിലെത്തി അവിടെ പല സ്ഥലത്ത് വെച്ചിട്ട് ഒത്തുതീർപ്പ് നടത്താനായിരുന്നു ശ്രമം. ഇത് മാധ്യമങ്ങളും സദാ കണ്ണു തുറന്നിരിക്കുന്ന മാധ്യമങ്ങളും പാലക്കാട്ടെയും കേരളത്തിലെ ജനങ്ങളുടെയും കണ്ണിൽപ്പെടുകയും സുധാകരൻ കുടുങ്ങുകയുമായിരുന്നു. ആ കുടുങ്ങിയ പശ്ചാത്തലത്തിലാണ് സുധാകരൻ ആ ഭീഷണിയിൽ നിന്നും ഒത്തുതീർപ്പ് നീക്കത്തിൽ നിന്നും പിന്മാറി ഒരു അനുനയ നീക്കമായി വന്നു. ഇത് 2 പക്ഷക്കാരും വിളിച്ചിട്ടാണ് എന്ന് വന്നത് എന്ന പച്ചക്കളവ് പറഞ്ഞുള്ളത്. സുധാകരനെ വിളിച്ചിട്ട് ഈ ഷഹീർ ഷൗക്കത്ത് അലിയോ അദ്ദേഹത്തിൻ്റെ ഉപ്പയോ സുധാകരനെ ഒരു ഘട്ടത്തിൽ പോലും വിളിക്കുകയോ അദ്ദേഹവുമായി ബന്ധപ്പെടുകയോ ചെയ്തില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഷഹീറിൻ്റെ ഉപ്പ തന്നെ നേരത്തെ എന്നോട് സംസാരിച്ചതാണ്. അതുകൊണ്ട് സുധാകരൻ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് പച്ച നുണയാണ്. അത്തരത്തിൽ ക്രിമിനലുകൾക്ക് കൂട്ടുനിൽക്കുന്ന ഇത്തരത്തിലുള്ള രീതി ഒരു തരത്തിലും ശരിയല്ല എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ശരി ശ്രീജിത്ത്, പക്ഷേ ഇപ്പം നിങ്ങൾ തന്നെ ഈ സർക്കാരുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്ക് വരെ വന്നിരുന്നു. പ്രത്യക്ഷത്തിൽ വെല്ലുവിളിച്ചുകൊണ്ടല്ല, എന്നാലും പ്രതിഷേധം ഈ സർക്കാർ സംവിധാനത്തോട് തന്നെയായിരുന്നു. പോലീസിനെതിരെയാണ് എന്നൊക്കെയാണ് നിങ്ങളതിനെ ന്യായീകരിച്ചിട്ടുള്ളത് എങ്കിൽ കൂടിയും. അപ്പോൾ ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരിനെ നീതി തേടുന്ന ആളുകൾക്ക് നേർക്ക് നേർ നിന്ന് വെല്ലുവിളിക്കാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിലുണ്ട്. ഒരു സർക്കാരിൻ്റെ ശക്തി എന്തായാലും ഒരു വ്യക്തിക്കില്ലല്ലോ. കെ സുധാകരനെ പോലെ ഒരു വ്യക്തി 1.5 മാസം സമ്മർദ്ദം ചെലുത്തിയാൽ എന്തിന് വിധേയപ്പെടണം? ഈ ഷഹീർ ഷൗക്കത്തിലേക്ക് നിങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നൊരു ബലമുണ്ടല്ലോ, അത് പൊതുമനസാക്ഷിയെ ഉണർത്തുക വഴി കിട്ടിയിരിക്കുന്ന ഒരു വലിയ ജനപിന്തുണയുണ്ടല്ലോ, അതിൻ്റെ ശക്തി ഉണ്ടല്ലോ. അതുകൊണ്ട് ദൗർബല്യങ്ങൾ വേണ്ടാത്ത ഒരു ഘട്ടത്തിലാണല്ലോ ഈ ഷഹീർ ഷൗക്കത്തിലെ അടക്കമുള്ളവർ. മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ വഴി തുറന്നു പറയാൻ, അത്തരം ചർച്ചകളിൽ പങ്കെടുക്കാൻ ഒക്കെ ഉള്ള ധൈര്യം കാട്ടിയ കുട്ടി കൂടിയാണ് അയാൾ. ഇനി സുധാകരൻ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദപ്പെടുത്തിയാലും സുധാകരൻ പറയുന്നിടത്ത് ഇവരെത്തിയിട്ടുണ്ട്. ഷഹീർ ഷൗക്കത്ത് അലി എത്തി, അദ്ദേഹത്തിൻ്റെ വാപ്പ എത്തി, ഇളയപ്പനെത്തി, അമ്മാവനെത്തി, ഒരു കൂട്ടുകാരനെത്തി. ഇതൊക്കെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി സംഭവിച്ചു എന്ന് കരുതാൻ കഴിയുമോ ശ്രീജിത്ത്? എന്ന് മാത്രമല്ല, ഷഹീർ ഷൗക്കത്ത് അലി 3 ഡിമാൻഡ് വെച്ചു. ആ ഡിമാൻഡിൻ്റെ വിശദാംശങ്ങൾ പറയില്ല എന്നെന്ന് കെ സുധാകരൻ പറയുന്നു. അത് പരിഹരിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് ആ ആവശ്യങ്ങൾ, ആ ഉപാധികൾ. അതുകൊണ്ട് രമ്യതയിൽ ഒത്തുതീർക്കാൻ കഴിഞ്ഞില്ല എന്ന് സുധാകരൻ പറയുന്നു. മാന്യത കൊണ്ട് എന്താണ് ആ ഉപാധികളെന്ന് പുറത്തു പറയില്ല എന്നും പറയുന്നു. അപ്പോൾ ഒരു വശം മാത്രമാണോ ശ്രീജിത്ത് ഈ കാര്യത്തിൽ ഷൗക്കത്ത് അലിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും പറയുന്നത്? ഷൗക്കത്ത് അലിയെയും കുടുംബാംഗങ്ങളെയും ഇന്നും ഞങ്ങൾ വളരെ ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയുമാണ് കാണുന്നത്. സുധാകരൻ വരുന്നു എന്ന് കേട്ടപ്പോൾ ഷൗക്കത്ത് അലി എന്ന ചെറുപ്പക്കാരൻ ഭയന്നിട്ടുണ്ട്. സുധാകരൻ വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ കൃത്യമായ തെളിവുകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. ഈ തരത്തിലാണ് പോകുന്നതെങ്കിൽ അത് ഞങ്ങൾ പുറത്തുവിടേണ്ടി വരും. ഈ ഷഹീർ ഷൗക്കത്ത് അലിയോടും ഉപ്പയോടും ആവശ്യപ്പെട്ടിട്ടുള്ളത് സുധാകരൻ പറയുന്നത് എന്താണെന്നൊന്ന് കേൾക്കണം. അവർക്ക് എന്തൊക്കെയോ പറയാനുണ്ട്.
അതൊന്നും നിങ്ങൾ ഒത്തുതീർപ്പ് നടത്തേണ്ടത് ആവശ്യമില്ല. നിങ്ങൾക്കൊരു വേദിയാണ്, നിങ്ങൾക്ക് പറയാനുള്ളത് പറയണം. കൃഷ്ണദാസ് ഉൾപ്പെടെ അവിടെ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ തങ്ങൾക്ക് പറയാനുള്ളത് പറയാൻ മാത്രമാണ് അവർ പോയത്. അവർ നല്ല പാരമ്പര്യമുള്ള, നല്ല തറവാടിത്തമുള്ള കുടുംബമാണ്, ആർജവം കാണിക്കുന്ന കുടുംബമാണ്. അവർ ജിഷ്ണുവിൻ്റെ അമ്മ എന്നാണ് ഈ കേസിൽ നിന്ന് പിന്മാറുന്നത്. അമ്മ ആവശ്യപ്പെട്ടാൽ മാത്രമേ ഞാൻ കൂറുമാറുകയുള്ളൂ, ഞാൻ ഈ കേസിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്ന് ധീരമായി പ്രഖ്യാപിച്ച ഒരു കുടുംബമാണ്, യുവാവാണ് ഷഹീർ ഷൗക്കത്ത് അലി. അവരോടുള്ള ബഹുമാനവും സ്നേഹവും ഞങ്ങൾ ഇപ്പോഴും കാത്തുസൂക്ഷിക്കുകയാണ്. സുധാകരനെ പോലെയുള്ള പാരമ്പര്യമുള്ള, പല പാരമ്പര്യമുള്ള, നമ്മളെല്ലാവരും ഭയപ്പെടുന്ന ഒരു നേതാവ് വിളിച്ചിട്ട് ചെന്നില്ല. ഇങ്ങനെ സുധാകരൻ സമ്മർദ്ദം ചെലുത്തിയാൽ ഇവർ മറ്റ് ബന്ധപ്പെട്ട അധികാരികളോടോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ജനപ്രതിനിധികളോടോ, ഒരുപാട് പോംവഴികളുണ്ടല്ലോ, മാധ്യമങ്ങളോടോ ഒന്നും ഈ കാര്യം പറയാതെ ഈ ഭീഷണിക്ക് വിധേയരായി അദ്ദേഹം പറയുന്ന സ്ഥലത്ത് എത്തും എന്ന് എങ്ങനെയാണ് സാമാന്യ ബുദ്ധിക്ക് വിശ്വസിക്കാൻ കഴിയുക? ഈ മാതൃഭൂമിയിലൂടെ അത് വെളിപ്പെടുത്താൻ പ്രയാസമുള്ളതാണ്. സുധാകരനെ ഒരു തരത്തിലും സ്നേഹത്തോടെയല്ല അവർ സ്വീകരിച്ചത്. സുധാകരൻ അവിടെ വരുന്നുണ്ട് എന്ന വിവരം എങ്ങനെ മാധ്യമങ്ങൾ അറിഞ്ഞു, എങ്ങനെ ഞാൻ അറിഞ്ഞു, എങ്ങനെ സമൂഹം അറിഞ്ഞു? അത് നിങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സുധാകരനോടുള്ള ഭയം എനിക്കുൾപ്പെടെ ഉണ്ട്, അതിൻ്റെ ഇരട്ടിയാണ്. അല്ല, ഒരു സംശയം. ഞാൻ ഇന്നലെ ഈ ഷൗക്കത്ത് അലി പങ്കെടുത്ത കൈരളി ചർച്ചയിൽ പങ്കെടുത്ത ആളാണ്. അദ്ദേഹം പറഞ്ഞ വെർഷൻ ഇതല്ല. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു കോടതിയിൽ നിലവിൽ നിൽക്കുന്ന ഒരു പ്രമാദമായ കേസിൽ 2 പേരും കൂടി വിളിച്ചിട്ടാണ് വന്നതെന്നാണ് സുധാകരൻ പറയുന്നത്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ സാക്ഷിയെ ഭീഷണിപ്പെടുത്താൻ അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കാൻ പുറമേ നിന്നുള്ള ആൾ ഇടപെട്ടിട്ടോ തീർച്ചയായിട്ടും കേസെടുക്കാമല്ലോ. അവിടെയാണ് സുധാകരൻ പറയുന്നതിന് പ്രസക്തി. 2 ഭാഗക്കാർ കൂടി അത് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സുധാകരനെതിരെ കേസെടുക്കണം, സുധാകരനെതിരെ കേസെടുക്കണം. ഷഹീർ ഷൗക്കത്ത് അലിയോട് കാര്യങ്ങൾ പോലീസ് തന്നെ ചോദിച്ചു മനസ്സിലാക്കണം. ഷഹീർ ഷൗക്കത്ത് അലിയോ അദ്ദേഹത്തിൻ്റെ ഉപ്പയോ വിളിച്ചിട്ടല്ല സുധാകരൻ വന്നത്. മറ്റാരാണ് വിളിച്ചത്? ആരായിരുന്നു സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചത്? എങ്ങനെ കൃഷ്ണദാസിൻ്റെ അനുജൻ കൃഷ്ണകുമാർ അവിടെ എത്തി? എങ്ങനെ സുധാകരൻ്റെ കൂടെ 10 ഗുണ്ടകൾ അവിടെ വന്നു എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. ഈ സുധാകരനെതിരെ കേസെടുക്കണം. ഈ സമയത്തിൽ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസിൽ സാക്ഷികളെ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഈ സംഭവത്തിൽ കേസെടുത്ത് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, കൃഷ്ണദാസും സുധാകരനും ഉൾപ്പെടെയുള്ള ഒരു മാഫിയയുടെ ഭാഗമായിട്ടാണ് നെഹ്റു ഗ്രൂപ്പിൻ്റെ കോളേജുകളിൽ ഇടിമുറികൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഒരു വ്യാജ ആത്മഹത്യാ കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് വ്യാജമാണ് എന്നത് കേരളത്തിൻ്റെ DGP സെൻകുമാർ പരസ്യമായി മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ സസ്പെൻഷനിലിരിക്കുന്ന ഒരു DYSP ബിജു കെ സ്റ്റീഫനാണ് ഒരു ദിവസത്തെ അന്വേഷണ കാലയളവിൽ ഇത്തരത്തിൽ വ്യാജമായ ആത്മഹത്യാക്കുറിപ്പ് തയ്യാറാക്കിയുള്ളത്. അതുകൊണ്ട് ബിജു കെ സ്റ്റീഫനെ ഉൾപ്പെടെ ചോദ്യം ചെയ്താൽ ഈ മാഫിയ കൂട്ടുകെട്ടിൻ്റെ എല്ലാ വിവരങ്ങളും പുറത്തു കൊണ്ടുവരാൻ കഴിയും. ഷഹീറിൻ്റെ കുടുംബം സുധാകരനെ വിളിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവ് പുറത്തുവിടാൻ ഞങ്ങൾ തയ്യാറാണ്. ശരി, ശ്രീ അനീഷ് വരിക്കണ്ണാമല, സുധാകരൻ പറയുന്നത് ഒരു വലിയ തർക്കം എൻ്റെ മധ്യസ്ഥതയിലൂടെ തീരുന്നെങ്കിൽ തീരട്ടെ എന്നാണ്. എന്താണ് ആ തർക്കമെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അതൊരു തർക്കമല്ല, അതൊരു വേട്ടയാടലാണ്. അത് ഈ സ്വാശ്രയ ലോബിയുടെ ഭീകരതയാണ്. ഇതിനെയാണ് ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ജനപ്രതിനിധിയായിരുന്നയാൾ, ഒരു ജനനേതാവ് ഇങ്ങനെ ഒരു തർക്കം മാത്രമായി നിസാരവൽക്കരിക്കുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ വിഷയത്തെ സമീപിച്ച രീതി അദ്ദേഹം തന്നെ ഇന്ന് പറയുകയാണ്. ഞാൻ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് സുധാകരൻ മാനേജ്മെൻറ്റിൻ്റെ തെറ്റിനെ, അത് തിരുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ നിങ്ങൾ മനസ്സ് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവർ ഉൾക്കൊണ്ടിട്ടുണ്ട്. ആരാണ് ഈ സുധാകരൻ ഇങ്ങനെയൊക്കെ പറയാൻ? ഏതെങ്കിലും നീതിപീഠത്തിലാണോ അദ്ദേഹം ഇരിക്കുന്നത്? അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ഇടപെടുകയും അതിൻ്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കുകയും എന്താണ് തുടർ നടപടികളെന്ന് നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്യുന്ന ജുഡീഷ്യൽ അധികാരിയാണോ? അപ്പോൾ ഇവിടെ ശ്രീജിത്ത് ചൂണ്ടിക്കാട്ടുന്നത് പോലെ സാക്ഷിയെ സ്വാധീനിക്കുന്നു, കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നഗ്നമായി നിയമത്തെ ഭീഷണിപ്പെടുത്തി കയ്യിലെടുക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ പേരിൽ നടപടി നേരിടേണ്ട ആളാണ് എന്ന അഭിപ്രായം യൂത്ത് കോൺഗ്രസിനുണ്ടോ? അതോ പാർട്ടി ചർച്ച ചെയ്യാത്ത കാര്യമാണ്,